വിറ്റാമിനുകളിൽ അഥവാ ജീവകങ്ങളിൽ കോംപ്ലക്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഏത് ജീവകമാണ്, ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ ബി ആണ്. ഏതാണ്? വൈറ്റമിൻ ബി ആണ് ജീവകം. വൈറ്റമിൻ ബി എന്ന ജീവകമാണ് എന്തായിട്ട് കോംപ്ലക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. കോംപ്ലക്സ് ആയിട്ട് എന്തുകൊണ്ടാണ്? ബി 8 തരമുണ്ട്. 8 തരമുണ്ട് ഈ ജീവകം. 8 തരത്തിലാണ് ബി എന്ന് പറയുന്ന ഈ ജീവകമുള്ളത്. അത് ഏതൊക്കെയാണ്? B1 ഏതാണ്? B1, B2, B2, പിന്നെ ഏതാണ്? B3, പിന്നെ ഏതാണ്? B5, പിന്നെ B6, B7, B9, B12. ഇവയാണ് ബി കോംപ്ലക്സുകൾ. 8 തരം ബി ജീവകം 8 തരത്തിലാണ്. അത് ഇവയാണ്. അതുകൊണ്ടാണ് ഇതിന് കോംപ്ലക്സ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ജീവകം. ഇതിന് ഈ ജീവകങ്ങൾക്ക് രാസനാമങ്ങളുണ്ട്. B1 എന്താണ്? B1 തയാമിനാണ്. എന്താണ്? തയാമിനാണ് B1 എന്ന് പറയുന്നത്. B2 എന്ന് പറയുമ്പോൾ റൈബോഫ്ലാവിൻ ആണ് B2 എന്നറിയപ്പെടുന്നത്. B3 എന്താണ്? B3 നിയാസിനാണ് B3 എന്നറിയപ്പെടുന്നത്. B5 പാൻറ്റോതെനിക് ആസിഡ് ആണ്. എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ് B5 ആയിട്ട് പറയുന്നത്. B6 പിരിമിഡോക്സിൻ. എന്താണ്? പിരിമിഡോക്സിൻ ആണ് B6 ആയിട്ട് അറിയപ്പെടുന്നത്. B7 ബയോട്ടിൻ ആണ്. ഏതാണ്? ബയോട്ടിൻ ആണ് B7 വരുന്നത്. B9 ഫോളിക് ആസിഡ് ആണ്. B9 ഏതാണ്? ഫോളിക് ആസിഡ് ആണ്. B12 സൈനോകൊബാലമിൻ ആണ് B12 എന്നറിയപ്പെടുന്നത്. ഇതാണ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ജീവകം അഥവാ വൈറ്റമിൻ ബി കോംപ്ലക്സ്. ഏതൊക്കെയാ പറഞ്ഞത്? B1, B2, B3, B5, B6, B7, B9, B12. ആന്റിപെല്ലഗ്ര വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? B3 ആണ്. അതായത് വൈറ്റമിൻ B3 ആണ് ആന്റിപെല്ലഗ്ര വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപര്യാപ്തത രോഗം, B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന വൈറ്റമിൻ ജീവക അപര്യാപ്തത രോഗത്തിന് കാരണമായിട്ടിരിക്കുന്നത് ഏതിന്റെ കുറവാണ്? ഏതിന്റെ അപര്യാപ്തതയാണ് അതിന് കാരണമായിട്ടിരിക്കുന്നത്? B3യുടെയാണ്. വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. അത് B3 എന്ന് പറയുന്ന ഈ ഒരു വൈറ്റാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. എന്താണ്? ആന്റി പെല്ലഗ്രിൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്.